ഹലോ ഗൈസ്, നമുക്ക് 5 മിനിറ്റ് കൊണ്ടൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ചെറിയ ഉള്ളിയും ഒരു സവാള എടുത്തിട്ടുണ്ട്. ആ ഒരു സവാള നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവാള മാത്രം മതി കേട്ടോ. അതിനുശേഷം ഈ 200 ഗ്രാം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടല്ല, ഒരു 2 അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തുടം വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണ്ടുന്നവർക്ക് ചതച്ചെടുക്കാം, അല്ലാത്തവർ അരിഞ്ഞിട്ടാലും മതി. ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ചതച്ചിട്ടുള്ളൂ. അതൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പം 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ, അതിട്ട് കൊടുക്കുകയാണേ. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമ്മളാണെങ്കിൽ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കണേ. ഞാനിവിടെ പച്ചമുളക് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് അധികം എരിവ് പാടില്ലല്ലോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി അങ്ങ് വഴണ്ട് പോകണ്ട. ഈ ഒരു പരുവം ആകുമ്പോഴത്തേനും നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ ബീഫ് മസാല, 1 ടീസ്പൂൺ ഗരം മസാല, അത് രണ്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു 6 സ്പൂൺ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, മുളക് പൊടി. അതതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അതിനുശേഷം ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ. ആർക്ക് വേണമെങ്കിലും എത്ര പെട്ടെന്ന് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ന്യൂ കമേഴ്സിനൊക്കെ പറ്റിയ ബീഫ് കറിയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേനും ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബീഫ് അരിയുക, കഴുകുകയൊക്കെ ചെയ്യാം. ആ മസാല റെഡിയാക്കിയതിന് ശേഷം ഇത് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ബീഫ് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിനകത്ത് കുറച്ച് ബീഫ് മസാലയും കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്യണേ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സില്ലേ, അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ വെച്ച്, ഒരുപാട് അധികം വെള്ളം കൂടാൻ പാടില്ല, വെള്ളം കൂടെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു 8 വിസിലടിച്ചതിന് ശേഷം
അത് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വയ്ക്കണേ. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണേ. അതിനുശേഷം ഈ ഉപ്പ് നന്നായിട്ട് ഇറച്ചിയിൽ പിടിക്കുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.